അല്ല, കോടതിയെ മാനിക്കാതിരിക്കാനാ? കുറെ ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവച്ചു. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നാണ് ഒരു വ്യാജ കേസാണ്. നിയമങ്ങളെടുത്ത് പന്താടുകയും കോടതിയെ വിധി മാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താവുന്നുള്ള നമുക്കറിയാമല്ലോ. അതിനെപ്പറ്റി നമ്മൾ എന്താ പറയാനാണ്? നീ ഒന്നും പണയണ്ട. അത് ഓരോ ആൾക്കാർക്ക് ഓരോരോ പെർസെപ്ഷനാണ്. എന്താ അവര് വ്യൂ പോയിന്റിൽ നോക്കുമ്പം ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് നിരാശയായിരിക്കും. ഞാനിത് വിധിപ്പകർപ്പ് വായിച്ചതിന് ശേഷം ഇതിനകത്ത് എത്രമാത്രം അയാളുടെ പങ്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലായിരുന്നോ, എവിടെയാണ് തെളിയിക്കുക, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും പറയും. റോഡുകളുടെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ മണ്ഡലത്തിൽ നിങ്ങളൊന്ന് വന്ന് പ്ലീസ് ഒന്ന് കാണണം. അവിടെ കുഴിക്കരുത്, റോഡ് ബ്ലോക്ക് ആവും. ബോളർ ഇട്ടതിന്റെ കണക്കെടുക്കാനാണ്. അത് സൈഡ് നോക്കിയാൽ മതി. മതി. നിങ്ങൾ കുഴിക്കരുത്. എന്റെ റോഡ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇവിടെ ചെക്ക് ചെയ്യണം, മെഷർ ചെയ്യണോ എന്നുള്ളത് ഞങ്ങളാ തീരുമാനിക്കണം. ഒരു വലിയ കുഴി കുഴിച്ച് എന്നെ കൂടെ അതിനകത്തിട്ട് മൂട്. നിർത്ത്. ഇവിടെ എങ്ങും ബോളർ ഇട്ടത് കാണാനേ ഇല്ല സാർ. റോഡിന്റെ മധ്യത്തിലെങ്ങും ബോളർ ഇട്ടിട്ടില്ലെന്ന് സൂക്ഷിച്ച് നോക്കണം സാർ. കാണും. ഇല്ല. യോ, ഞാൻ ഇട്ടതാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചിലപ്പോ താണു പോയി കാണും. അങ്ങനെ സംഭവിച്ചു കൂടുന്നില്ലല്ലോ, അല്ലേ? അതെ, അതാണ്. ഇറ്റ്സ് എ ഷെയിം. പണി നടക്കുമ്പോൾ നിങ്ങൾ പരിശോധിച്ചില്ലേ? ഇതുപോലെയാണ് മുനിസിപ്പാലിറ്റിയുടെ സകല പണി. എന്തൊരു ഗതികേടാണ്. ചാറ്റമഴ പെയ്താൽ തോടായി മാറുന്ന റോഡുകളാണെന്നും. ഈ വരുന്ന എന്റെ മണ്ഡലമല്ല ഇത്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും മുകേഷ് എന്ന് പറയുമ്പോ ഒരു ഗുമ്മല്ലേ. എന്റെ ഈശ്വര, എന്നോട് അല്പമെങ്കിലും കരുണ കാട്ടണേ. നീ ഗതി കാണുന്നില്ലേ? ഞാൻ ചിരിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ ആൾക്കാർ പറയും ബബ്ബബ്ബ അടിക്കുന്നു, ബബ്ബബ്ബ. ചിരിക്ക് ബബ്ബബ്ബ എന്നുള്ള ഒരു അർത്ഥം ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ കേൾക്കുന്നത്. നമ്മൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ, ആളുകൾ സന്തോഷമായിട്ടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അത് ബബ്ബബ്ബ. എന്റെ മണ്ഡലത്തിൽ 2 പഞ്ചായത്തുണ്ട്. അവിടെ ആണെങ്കിലുമൊക്കെ നമുക്ക് ഈ ഇലക്ഷൻ പ്രചരണം കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു പ്രചരണമാണ്. കാര്യം നമ്മളെ ആൾക്കാർ ശരിക്കും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയൊക്കെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.